വളരെ കഷ്ടപ്പെട്ടുകൊണ്ടൊരു ആലോചനയാ. ഇതും മുടക്കരുത്. പെണ്ണിനെ വയസ്സ് 22 ഈ ബന്ധം നടന്നില്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ആലോചന ഇനി വരില്ല. വിവാഹം പെരപണി എന്നൊക്കെ പറയണത് ഒരു യോഗ. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. യോഗ ഉണ്ടായിട്ട് എന്താ കാര്യം? അതൊക്കെ മുടക്കാനായിട്ട് 2 പൊണ്ടാറങ്ങളോട് നിപ്പില്ലേ? കഴിഞ്ഞ തവണ വന്ന ചെണ്ടക്കാരൻ ചെറുക്കനായിട്ടുള്ള മുഹൂർത്തം വരെ കുറിപ്പിച്ചതല്ലേ? മുടങ്ങിപ്പോവാൻ കാരണം എന്താ? പെണ്ണിന്റെ ആങ്ങളാരെന്നും പറഞ്ഞ് 2 കുട്ടിത്തേവാങ്ങളും വയറും വീർപ്പിച്ചേ ചെറുക്കന്റെ വീട്ടുകാർ മുന്നിൽ നിന്നതുകൊണ്ട് ആ പശകരങ്ങള് ഒന്നുകളയും ഞാൻ. നിങ്ങൾ എന്താ വിശാലം വിശാലം എന്ന് പറഞ്ഞ് എന്റെ പേര് പറഞ്ഞു പഠിക്കുക? എന്റെ പേര് വിശാലം തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോ അവന്മാരെ പരിസരത്തെങ്ങും കണ്ടുപോകരുത്. എനിക്ക് എന്റെ മോളെ കല്യാണം നടത്തണം. അച്ഛാ, കുളിക്കുന്നില്ലേ? വെള്ളം ചൂടായിട്ടുണ്ട്. പ്രേമദാസന്മാർ ഉറങ്ങിയോ മോളെ? ഈശ്വര, അല്ല ഇനി ഒഴുകി കഴിഞ്ഞില്ലേ മോളെ? അച്ഛൻ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കണേ? ഈ പൂടി ചൂടിന് താമസേ ഉള്ളൂ. സാവകാശം ഒരുങ്ങിയാ മതി. ഇപ്പത്തെ ചെറുപ്പക്കാർക്കേ നല്ലതുപോലെ ഒരുങ്ങി ചെന്നാലേ ഇഷ്ടപ്പെടും. എന്താ ആയിക്കോളൂ, അവരിങ്ങെത്താറേ. എന്തടാ അവര് വന്നില്ലേ? അവര് വരില്ല. അക്കരെ വെച്ച ആങ്ങളമാരെ കണ്ടപ്പോ തന്നെ അവർക്ക് നിർത്തിയേ. മനുഷ്യനാണോ കാണ്ടാമൃഗമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പൊന്നാര ആങ്ങളമാരുടെ പെങ്ങളെ കെട്ടാനേ അവർക്ക് താല്പര്യമില്ലാന്ന്. ഞാനാകെ നാറിപ്പോയി. എന്റെ പൊന്നു പെങ്ങളെ, സാവിത്രീനെയും സുമിത്രേനെയും ഈ ജന്മത്തെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്ന എനിക്ക് തോന്നുന്നു. അവരുടെ വർത്തമാനം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. വാക്കിന് സ്ഥിരതയില്ലാത്തവര് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിരുന്നതാ. എന്നിട്ട് വാക്ക് മാറുമെന്ന് പറഞ്ഞു ഇല്ലേ വിശാലം? നാളായി പരിപാടി തുടങ്ങിയിട്ട് ഇത്രയും കാലം ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഇറക്കായിരുന്നു. ഇത് ഇനി ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. എന്താ തല നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ പല ഉദ്ദേശം ഉണ്ടടാ. അതൊക്കെ ചോദിക്കാൻ നീയാടാ. ഈ ഞങ്ങളുടെ കുടുംബകാരിയാണ്. ഇത് ഒരുത്തരും ഇടപെടേണ്ട കാര്യമില്ല. അതെങ്കിലും ചെയ്യരുത്, പാപം കിട്ടും. തളേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. പ്രേമദാസന്മാർ ഗ്രാമത്തിന്റെയാ. അവരുടെ ശരീരത്തിൽ പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? നീ കാരണ ഞാൻ ഇനിയും തല്ലും, തല്ലി കൊല്ലും. എന്നാലൊന്ന് തല്ല്, നമുക്ക് കാണാം. കാണാം. വേണ്ടി വന്നാ കണ്ട പോക്രികളെ കൊണ്ട് ഞാൻ തല്ലിക്കും. ഞാനാ? ഈ ഗ്രാമത്തിൽ 10,000 കുടുംബങ്ങളുണ്ട്. ഞങ്ങളും കൊണ്ടുപോയി നോക്കിക്കോളാം. എന്നാ കൊണ്ട് പുഴുങ്ങി തിന്നറിയോമാരെ. എന്താ തള്ളി പറയണേ? ആരാരെ നിങ്ങൾക്ക് പ്രേമദാസന്മാരെ പോറ്റാൻ കഴിയില്ലെങ്കിൽ തുറന്നു പറ. പ്രശ്നം ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ പോ. പറയണത് കേൾക്ക്. മേലിത് ഇത് ആവർത്തിച്ചാൽ തള്ള ഞങ്ങൾ നാട് കടത്തും. പറയണത് കേൾക്ക്. പോകിൻ. അച്ഛാ, ചെറിയമ്മ ഞങ്ങളെ ഒരുപാട് തല്ലി. രാവിലെ മുതൽ ചെറിയമ്മ പച്ച വെള്ളം പോലും തന്നില്ല. വിശക്കുന്ന അച്ഛൻ. അച്ഛന്റെ ഒക്കെ അറിയാലോ. എല്ലാം സഹിക്കേ പറ്റൂ. സാരമില്ല അച്ഛാ, സാരമില്ല. എന്റെ മോളുടെ വിഷമം അച്ഛൻ അറിയാഞ്ഞിട്ടല്ല. ചേട്ടന്മാരിങ്ങനെ ആയിപ്പോയതുകൊണ്ടാ എന്റെ മോളുടെ കല്യാണം മുടങ്ങിപ്പോയതെന്നും അച്ഛനറിയാം. എന്ത് ചെയ്യാനാ? നിങ്ങളെ പോലെ അവരും എന്റെ മക്കളല്ലേ. എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയൂ? നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നല്ലൊരു ബന്ധം നമുക്ക് വരും. എന്റെ മോക്ക് നല്ലതേ വരൂ. ഏട്ടന്മാരാകെ തളർന്നിരിക്കുക. നിങ്ങളുടെ കണ്ണും കൂടി നനഞ്ഞു കണ്ടാൽ അവർക്കത് സഹിക്കാൻ കഴിയൂന്ന് വരില്ല. അച്ഛന് ഒരപേക്ഷയുള്ളൂ. എന്റെ മോള് അവരെ ശപിക്കരുത്. ഒരുപാട് വേദനിച്ചു അല്ലേ? എന്തൊരു ദ്രോഹമാണ് അമ്മ കാണിച്ചത്. അമ്മയുടെ ഈശ്വരം പോലെ പൊറുക്കില്ല. സാരമില്ല, ഞങ്ങൾ കാരണം നിന്റെ കല്യാണം മുടങ്ങിയോണ്ടല്ലേ ചെറിയമ്മ ഞങ്ങളെ തല്ലിയത്.
ഒന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഇങ്ങനെയായി പോയില്ലേ? ഇവിടെ എല്ലാവർക്കും ഞങ്ങളൊരു അധികം പറ്റാ. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാ ചിലപ്പോ നിന്റെ കല്യാണം നടക്കുമായിരിക്കും. നിങ്ങൾ ഇവിടെ ഇല്ലാതെ കിട്ടുന്നൊരു ജീവിതം എനിക്ക് വേണ്ട. സാരമില്ല, മോള് കരയണ്ട. മോൾക്ക് ഞങ്ങൾ നല്ലൊരു ചെറുക്കനെ കൊണ്ടുവരും. ആ വാസു പറഞ്ഞ കേട്ടോടാ. എന്റെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം തിരിച്ചു പറഞ്ഞോ? ഒരു കുഞ്ഞാരാങ്ങള ആണാന്നും പറഞ്ഞ് മീശയും പിടിച്ച് നടന്നിട്ട് എന്താ കാര്യം? അവന്റെ കരണക്കുറ്റി കിട്ടിയ പൊട്ടിച്ചനെ. പിന്നെ അളിയെ നിക്കണ ഓർത്തിട്ട് മാത്രോ അവനാകെ നാറിയനെ. നീ ഞൊട്ടും. നാട്ടുകാരുടെ പൊന്നോമനകളാണ് പോലും. അവര് ജനിച്ചോണ്ടാത്രേ ഗ്രാമത്തിൽ മഴ പെയ്യണത്. എടാ മോഹന, കടലിൽ എന്തോരം മഴയാടാ പെയ്യണത്. അതെങ്ങനെയാ? അവിടെ ഇതുപോലത്തെ ഇരട്ടത്തലയന്മാരുണ്ടോടാ? എടാ മോഹന, ഇവന്മാരെ ഇവിടുന്ന് ഒഴിവാക്കാൻ നിന്റെ ദുഷ്ട മനസ്സിൽ എന്തെങ്കിലും ഒരു ദുർബുദ്ധി തോന്നുന്നുണ്ടോടാ? എന്റെ പെങ്ങളെ, പെങ്ങക്ക് അവന്മാരുടെ വിലയേറിയാഞ്ഞിട്ടാ. നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അവന്മാര് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ. പട്ടണത്തിൽ ആരെങ്കിലും അറിഞ്ഞാലേ എത്ര കാശ് കൊടുത്താണെങ്കിലും ഇവന്മാരെ കൊത്തിക്കൊണ്ടുപോകും. നീ പറഞ്ഞ നേരാണോടാ? പിന്നെ നോണേ, പെങ്ങളൊരു വാക്ക് പറഞ്ഞാ മതി. ചെറിയമ്മ, ഞങ്ങളെ സർക്കസുകാർക്ക് വിൽക്കല്ലേ. സാവിത്രി, സുമിത്ര, ഞങ്ങളെ കൊണ്ടുപോയില്ലെന്ന് ഒന്നും പറയില്ല. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ? ഇവരുടെ കൂടെ പോയില്ലേ വരൂല. നിന്നെയൊക്കെ പറഞ്ഞോടാൻ പറ്റും. ഞങ്ങൾ നോക്കട്ടാ. നിങ്ങൾ വാട നാൽക്കാലി. ഞങ്ങളെ കൊണ്ടുപോകല്ലേ. ഞങ്ങൾ പോവില്ല. അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? ലോട്ടസ് സർക്കസിന് വരുന്നവരാ ഞങ്ങൾ. ഓശാരത്തിനൊന്നല്ല ഇവരെ കൊണ്ടുപോകുന്നത്. വിൽക്കാനുണ്ടെന്ന് ഇയാൾ പറഞ്ഞപ്പോ അഡ്വാൻസ് എന്നെ കൊടുത്തിട്ടാ. ഞാനാ വെച്ചത്. എന്റെ മക്കളുടെ ഭാവി നശിപ്പിക്കാൻ നടക്കുന്നതായി വെറുതെ വിടില്ല. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. വെച്ചേക്കില്ല ഒന്നിനും ഞാൻ. തല്ലിക്കൊല്ലേ നോക്കിക്കോ. ഒരു ദിവസം രണ്ടിനെയും ഞാൻ ഭക്ഷണം കൊടുത്തു കൊല്ലും. അഡ്വാൻസ് കൊടുത്താ ഞാൻ യുവമാരും കൊണ്ടേ ഞങ്ങൾ പോവും. എന്റെ മക്കളെ തൊട്ടാ വെട്ടി നോക്കി കളയും ഞാൻ. എന്നാ കൊണ്ടുപോകുന്ന കാണാം. ദാസ, ചെറിയമ്മയ്ക്ക് ഇപ്പോഴും നമ്മളോട് വെറുപ്പാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ നമ്മളെ വിഷം തന്ന് കൊല്ലുന്നു പറഞ്ഞത്. ചെറിയമ്മ നമുക്ക് വിഷം തന്ന് കൊന്നാല് പാവം നമ്മുടെ അച്ഛനത് താങ്ങാൻ പറ്റൂടാ. മരിക്കും വരെ നമുക്ക് ഈ ഗ്രാമത്തില് സന്തോഷമായിട്ട് കഴിയാൻ പറ്റുമെന്ന് തോന്നണില്ല ദാസ. ഞാനൊന്ന് ആലോചിക്കുകയാണ്. സേതു എന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോടാ? പട്ടണത്തിൽ ചെന്നാല് അവിടെ ഉള്ളവർ ഒരു ചെലവും ഇല്ലാതെ നമ്മുടെ ഓപ്പറേഷൻ നടത്തി തരുമെന്ന്. നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് വേർതിരിയാണ്. നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നമുക്ക് ടൗണിൽ പോയി ഓപ്പറേഷൻ നടത്താം. എന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കുറെ പണം ഉണ്ടാക്കിയിട്ട് ഇവിടോട്ട് തിരിച്ചു വരാം. എന്നിട്ട് സാവിത്രിയുടെയും സുമിത്രയുടെയും കല്യാണം നമുക്ക് നന്നായി നടത്തണം. പണമൊക്കെ വന്നു കഴിയുമ്പോ ചെറിയമ്മയ്ക്ക് നമ്മളുടെ ദേഷ്യമൊക്കെ മാറുമായിരിക്കും. എന്നിട്ട് നമുക്കൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയി കുറെ കുട്ടികളും. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആശ കൂടിയാണ്. പക്ഷെ നമ്മൾ പോയാ അച്ഛന് വിഷമാവൂലേ? എടാ പ്രേമ, നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നാലാ അച്ഛന് കൂടുതൽ വിഷമം. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പട്ടണത്തിലേക്ക് പോവാം. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാനൊരു സൈക്കിളൊക്കെ ചവിട്ടി ഈ ഗ്രാമത്തിലേക്ക് ഒരു വരവുണ്ട്. അന്നാ ഇനി താമസിക്കണ്ട.